ഹായ് ഫ്രണ്ട്സ്, ഞാനിത് മത്തിക്കറി എങ്ങനെ മുളകിട്ടിട്ട് മത്തി എങ്ങനെ നാടൻ മത്തി എങ്ങനെ കറി വെക്കുക എന്നാണ് പറയുന്നത്. അതിന് മുളകും പൊടി 250 ഗ്രാം മത്തിയാണ്, അതായത് വലുത് 5 എണ്ണമുണ്ട്. പെരിഞ്ചീരകം 1 സ്പൂണ്, മല്ലിപ്പൊടി ആണത്, മല്ലി വറുത്ത് പൊടിച്ചതാണ് അത് 1 ടീസ്പൂൺ, 1 ടീസ്പൂണിന് പകുതിയേ ഉള്ളൂ. പിന്നെ ഉലുവ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി, ഒരു വലിയ നെല്ലിക്കയുടെ അത്ര പുളി വേണം, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി. ഇതാണ് ഇതിന് വേണ്ടത്. മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളകുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഉലുവ 1 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് പെരിഞ്ചീരകം ഇട്ട് അതിന് ശേഷം വെളുത്തുള്ളി ഒന്ന് മൂക്കണം. വെളുത്തുള്ളി ഒന്ന് അതിൽ എണ്ണയിൽ കിടന്നിട്ട് വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകണ്ട. അതിന് മൂത്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിലിനി ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതാണ്. അത് നല്ലോണം ഒന്ന് വഴറ്റണം. തക്കാളി നല്ലോണം ഒന്ന് വേവണം. വെളിച്ചെണ്ണ കണ്ടെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണ ഒന്ന് സിമ്മാക്കിയിട്ടാൽ മതി. എന്നിട്ട് അതിൽ നല്ലോണം അത് ഇളക്കി നല്ലോണം അത് ആയതിന് ശേഷം നമുക്ക് അതിൽ പച്ചമുളക് ഇട്ട്, ഒരു പച്ചമുളക് ചീന്തി വെച്ചാൽ നല്ല എരിവുള്ള പച്ചമുളകാണ്, വീട്ടിലുണ്ടാക്കുന്ന പച്ചമുളകാണ്, നല്ല എരിവുണ്ട്. അതിൽ പച്ചമുളക് അതിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കടയിൽ നിന്ന് പച്ചമുളക് മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പം നല്ല എരിവുള്ള പച്ചമുളക് ഇട്ട് അതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി നല്ലോണം മഞ്ഞൾപ്പൊടി ഒന്ന് വെളിച്ചെണ്ണയിൽ അതും നല്ലോണം ഒന്ന് ഇളക്കി വെച്ച് അതിൻ്റെ ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളി ഒരു വിധം ആയിട്ടുണ്ട്. വലിയ 2 സ്പൂൺ മുളകിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ സ്പൂണിന് 2 സ്പൂൺ മുളകും പൊടി, അതും ആ വെളിച്ചെണ്ണയിൽ ഇട്ട് എന്നിട്ട് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ തക്കാളിയും വെളുത്തുള്ളി എല്ലാം കൂടെ നല്ലോണം വഴറ്റണം. ഉപ്പിട്ടിട്ടുണ്ട്. നേരത്തെ ഉപ്പിടാൻ മറന്നു പോയതാണ്, പിന്നെ ഓർമ്മയില്ല കേട്ടോ, അതാണ് ഉപ്പെടുത്തിട്ടത്. അപ്പോൾ ആ ഉപ്പും ഒക്കെ ഇട്ടിട്ട് കണ്ട തക്കാളീനെ കാണുന്നില്ലല്ലോ, തക്കാളി നല്ലോണം വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വെന്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പുളി ഒഴിച്ചു കൊടുത്ത് പുളി നല്ല പിഴിഞ്ഞ് വെച്ചതാണ്. ആ പുളി ഒഴിച്ച് നല്ലോണം കൂട്ടി യോജിപ്പിക്കുക. നല്ലോണം ഇളക്കി കൊടുത്ത് അതിന് നല്ലോണം യോജിപ്പിച്ച് ഇളക്കണം. അതിൽ കട്ട പിടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഇളക്കി സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കിടന്ന് തക്കാളി നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് നല്ലോണം ഇട്ട് എല്ലാ മുളകും പൊടി മഞ്ഞൾപ്പൊടി എല്ലാ കാര്യങ്ങളും ഇട്ട് നല്ലോണം വേകും. അതിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മത്തി നന്നാക്കി വെച്ചതുണ്ട്. ഞാൻ മുറിച്ചിട്ടില്ല, അങ്ങനെ തന്നെയാണ്, മുറിക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല വൃത്തിയാക്കിയിട്ട് ഈ പഞ്ഞിയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ മുളകിൽ കിടന്നത് നല്ലോണം വേവണം. വല്ലാതെ വെള്ളം ഒഴിക്കേണ്ട, കറി വല്ലാതെ വേണ്ട. നല്ല കട്ടിയിൽ കുറച്ച് കറി വെച്ചാൽ മതി. അതിൽ സിമ്മിലിട്ടിട്ട് നമുക്ക് മത്തി നല്ലോണം വേവിച്ചെടുക്കണം. സിമ്മിലിട്ടാൽ മതി, അല്ലെങ്കിൽ അത് വല്ലാതെ വെന്ത് പോയി ഉടഞ്ഞു പോകില്ലേ. അതിന് ശേഷം നല്ല കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പിലയാണ്, അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്.
കറിവേപ്പില ചെറിയ, അപ്പോൾ അത് ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചതാണത്. അപ്പോൾ അതും അതിലിട്ടെടുത്തിട്ട് നമുക്ക് സിമ്മിലിട്ടെടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വല്ലാതെ തീ വേണ്ട. അപ്പോൾ ഒന്ന് സിമ്മിലിട്ട് വേവിച്ചെടുത്തിട്ട് നല്ലവണ്ണം വറ്റിയിട്ട് നല്ല കട്ടിയുള്ള കറി ആവണം. വെള്ളം അധികം പാടില്ല. അങ്ങനെ നല്ല കട്ടിയുള്ള കറിയാണ് ഇത്. നമുക്ക് ചോറ് കൂട്ടാൻ വേറെ ഒന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ. നല്ല